ശബരിമല എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഇവിടെ വേറെയും ഒട്ടേറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. സാധാരണ സ്വർണ്ണമോഷണവും തൂക്കമൊപ്പിച്ച് ചില ഗ്രാമുകൾ മാറുന്നു എന്ന കേസ് ഡിസൈനിലേക്ക് പോകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയ കാര്യമാണ്. അത് കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്ന് ഗോവർദ്ധന്റെ അടക്കം ജുവലറികളിൽ ചെന്ന് 400 ഗ്രാമോ 500 ഗ്രാമോ പിടിച്ചെടുത്തു. 6 വർഷമായിട്ട് ഒരാൾ ഈ സ്വർണ്ണം അനക്കാതെ അവിടെ വെച്ചിരിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്ന് വ്യവസായി പറയുന്നു. അതിലാണ് ഈ ഡി മണിക്കൊക്കെ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയം വരുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ഒരു വിദേശ വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേസ് അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാണ്? ആരാണ് വ്യവസായി പറയുന്ന ഈ ഡി മണി? പരിശോധിക്കാം. എനിക്കൊപ്പം ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ ചേരുകയാണ്. രാഹുൽ, സ്വാഗതം. നമസ്കാരം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT പുതിയ തലങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. പക്ഷേ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടും ഒരു മെല്ലെപ്പോക്ക് വന്നിട്ടുണ്ടോ? അതോ സാങ്കേതികമായ ഒരു കാലതാമസമാണോ? എങ്ങനെ കരുതണം നമ്മളത്? SITയെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ SITക്ക് ഒരു മെല്ലെപ്പോക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റിസ് ബദറുദ്ദീൻ, ഹൈക്കോടതിയിലെ വളരെ പ്രമുഖനായ ജഡ്ജിയുടെ ബെഞ്ചിൻ്റെ ഒബ്സർവേഷൻ അല്ലേ? നമ്മളിത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഡിസംബർ 4-നും 5-നും ശേഷം ഈ കേസ് മന്ദഗതിയിലായെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ആയ ഒരു ജഡ്ജിയുടെ വിധിന്യായത്തിൻ്റെയും ഓറൽ ഒബ്സർവേഷൻ്റെയും ഭാഗമായി വന്നതല്ലേ? അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആദരണീയനായ മുഖ്യമന്ത്രി സാങ്കേതികത്വം മാത്രം പറഞ്ഞ് അതിനെ ലഘൂകരിക്കാനാണ് പലപ്പോഴും നോക്കിയത്. അതായത് മറ്റൊരു ബെഞ്ചല്ലേ കേസ് കേൾക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതൊക്കെ സാങ്കേതികത്വം, ടെക്നിക്കാലിറ്റിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇലക്ഷനോട്, അതായത് തദ്ദേശ ഇലക്ഷനോടനുബന്ധിച്ച് കേസിൻ്റെ മുമ്പോട്ടുള്ള യാത്ര സ്പീഡ് കുറഞ്ഞുവെന്നും മന്ദഗതിയിലായെന്നും അല്ലെങ്കിൽ അതിന് ഒരു അമാന്തം വന്നുവെന്നും ഹൈക്കോടതിയുടെ ഒബ്സർവേഷനാണ്. അതാണ് അതിൻ്റെ സത്യം. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളൊക്കെ നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്. SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിൽ വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് ഈ രമേശ് ചെന്നിത്തല പുറത്തുവിട്ട കാര്യമാണ്. ഒരു വ്യവസായി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം. വ്യവസായിയുടെ പേര് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അദ്ദേഹവും മൊഴി കൊടുക്കുന്നു. രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് 3-4 പ്രാവശ്യത്തിന് ശേഷമാണത്രേ പറഞ്ഞു, മാറ്റി വെച്ചു, ഇലക്ഷൻ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു. അതിനുശേഷമാണ് SIT അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തതൊക്കെ. അതൊക്കെ ആവട്ടെ, അതിനുശേഷം ഈ വ്യവസായിയിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെന്നിത്തല പറഞ്ഞ ചില കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. ഈ വ്യവസായി എന്തൊക്കെയാണ് SITയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവ്യക്തമാണത്. പക്ഷേ ചെന്നിത്തല പറയുന്നത് നിന്ന് അറിയുന്ന ഒരു കാര്യം ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയ കാര്യമാണ്. അത് കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്ന് വ്യവസായി പറയുന്നു. അതിലാണ് ഈ ഡി മണിക്കൊക്കെ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയം വരുന്നത്. അവിടെ ശബരിമല എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഇവിടെ വേറെയും ഒട്ടേറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അപ്പോൾ വലിയൊരു കള്ളക്കടത്ത് നടന്നിട്ടുണ്ടാവില്ലേ രാഹുൽ? അങ്ങനെ സംശയിക്കാനല്ലേ നമുക്ക് ന്യായമുള്ളൂ. അവിടെയാണ് ശ്രീ രമേശ് ചെന്നിത്തല പറയുക മാത്രമല്ല, നമുക്കിപ്പോൾ എനിക്കോ മായാജിക്കോ ഒരു ക്രിമിനൽ കേസിനെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിളായ സിറ്റിസൺ, ഉത്തരവാദിത്തമുള്ളൊരു നാഗരികൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പൗരൻ എന്ന രീതിയിൽ നമ്മളത് പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ശ്രീ രമേശ് ചെന്നിത്തല അത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബിസിനസ്സുകാരനും ഉണ്ടല്ലോ, കാര്യം അദ്ദേഹം വന്ന് മൊഴിയും മറ്റും കൊടുത്തു. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണം. അതായത് എവിടെ നിന്നാണ് ഈ വിഗ്രഹ സ്മഗ്ലിംഗ് ഒരു റിയാലിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണം കൂടുതൽ നോക്കണ്ട, സുഭാഷ് കപൂർ തമിഴ്നാട്ടിൽ നിന്നുള്ള പല വിഗ്രഹങ്ങളും അവിടെ നിന്ന് കടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ്. പറഞ്ഞതിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ വരെ നടന്നു എന്ന് വരെ പറയുന്നുണ്ട്. നടന്നോ ഇല്ലേ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ വന്നു അതിനകത്ത്. കാര്യം ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ സിമ്പിളായിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിപണന മൂല്യവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് വില കിട്ടുന്ന ഒരു സ്ഥലം, ഇതാണ് മാർക്കറ്റ്. അപ്പം നമ്മുടെ ഈ പഴയ ആൻറ്റി കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അവയുടെ ഹിസ്റ്റോറിക്കൽ വാല്യൂ, ഹെറിറ്റേജ് വാല്യൂ, സ്കൾപ്ചറൽ വാല്യൂ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വലിയൊരു മൂല്യമുണ്ട്. അത് നമുക്ക് പലപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാരും ഹിന്ദുക്കളും ഈ നമ്മുടെ ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കാര്യം റിയലൈസ് ചെയ്യുന്നില്ല. ഇന്ന് അമേരിക്ക എന്ന രാജ്യം പോലും ഔദ്യോഗികമായിട്ട് അങ്ങനെ കോടി
കോടിക്കണക്കിന് വില വരുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ഇപ്പം തിരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം ഇതിനൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ തിരിച്ചറിഞ്ഞ് ഈ ഗോൾഡ് സ്മഗ്ലേഴ്സോ അല്ലെങ്കിൽ ആൻറ്റിക് സ്മഗ്ലേഴ്സോ സേക്രഡ് റിലീക്സിൻ്റെ സ്മഗ്ലേഴ്സ് ഇത് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ പല കേസുകളും ഇന്ത്യയിൽ പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. മാജിക്ക് അറിയുമ്പോൾ ഒരു ഷേക്ക് അതും തോന്നും, തമിഴ്നാട് പോലീസിന് ഇങ്ങനെ ആൻറ്റിക് സ്മഗ്ലിംഗ് തടയാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. നമ്മുടെ പോലീസിനും ഉണ്ട്, അത്ര പ്രസിദ്ധമല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പഴയ രീതിയിലുള്ള ആൻറ്റിക് ഹെറിറ്റേജ് വാല്യൂകൾ തടയാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തമിഴ്നാട് പോലീസിന് വർക്ക് ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്. അതായത് നമ്മുടെ അമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു താന്ത്രിക് ആഗമിക് സിസ്റ്റമാണ്. ഇരിക്കുന്നത് വെറും സ്റ്റാച്യു അല്ല. അതായത് ഇപ്പം ചിലപ്പോഴെങ്കിലും നോർത്ത് ഇന്ത്യയുടെ ഒക്കെ അമ്പലങ്ങളിൽ പോയാൽ നമുക്കറിയാം അവിടെ ചിത്രങ്ങളോ മറ്റുമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അങ്ങനെയല്ല. പഞ്ചലോഹം, അതിൽ സ്വർണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുടെ മൂല്യം, ചരിത്രപരമായ പ്രാധാന്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സ്മഗിൾ ചെയ്യുന്നതിനൊരു മൂല്യവും വിലയും ഉണ്ട്. രണ്ട്, എനിക്കത് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മളായിട്ട് പലപ്പോഴും ഈ നിറം പിടിപ്പിച്ച കഥകൾ, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികൾ നമ്മളായിട്ട് നിറം പിടിപ്പിച്ച കഥകൾ പറയരുത്. പകരം കോടതികൾ അല്ലെങ്കിൽ റെസ്പോൺസിബിളായ നേതാക്കൾ, SIT ഇവർ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് തന്നെ പറയണം. ശബരിമല സ്വർണ്ണക്കൊള്ള അത് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലേ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. പിന്നീട് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരിലേക്ക് പോയി, അതായത് പ്രസിഡന്റുമാരിലേക്ക് പോകുന്നു, പിന്നെ ഉദ്യോഗസ്ഥരിലേക്കായി പലരെയും അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്യുന്നു, ഒക്കെ നടന്നു. ഇനിയും പലരെയും ചോദ്യം ചെയ്യാനും ഒക്കെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഡിമണിയിലെത്തി നിൽക്കുകയാണ്. ഈ വ്യവസായി പറഞ്ഞതിൻ്റെ ഭാഗമായി SIT ചോദ്യം ചെയ്തു. ഇപ്പോൾ ഡിമണിയുടെ ദിണ്ടിഗലിലെ വീട്ടിലും അതുപോലെ അയാളുടെ സ്ഥാപനങ്ങളിലുമൊക്കെ റെയ്ഡ് നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത് ഡിമണി എന്ന് മാത്രമാണ്. ആരാണ് ഈ ഡിമണി? യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ കേസ് നിൽക്കുന്നത്? അതായത് ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളുടെ ഭാഗമായി, ഓർക്കുക, മാധ്യമങ്ങൾ പറയുന്നതല്ല, നമ്മളെപ്പോലെ ഏതെങ്കിലും നിരീക്ഷകർ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, കോടതിയുടെ ഒബ്സർവേഷൻ അല്ല, പകരം കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെച്ചതാണ് സുഭാഷ് കപൂർ മോഡൽ മാതൃകയിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ. സുഭാഷ് കപൂറിനെ കുറിച്ചുള്ള ലഭ്യമായ അവൈലബിളായ ഇൻഫർമേഷൻ, അതായത് ഇന്ത്യ മാത്രമല്ല US ഹോംലാൻഡ് സെക്യൂരിറ്റി, അവിടുത്തെ കോർട്ട് ഫയലിങ്സ് സൂചിപ്പിക്കുന്നത് ഏകദേശം 1100 മുതൽ 1500 കോടി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയാണ് സുഭാഷ് കപൂറിനുള്ളതെന്നാണ്. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലാണ്. ഇയാളുടെ കുറേ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കക്കാർ കൊടുക്കുകയും ചെയ്തു, പറഞ്ഞ നല്ല മനസ്സ്. പക്ഷേ ആ മോഡലിലുള്ളൊരു വ്യക്തിയാണോ ഡിമണി എന്നുള്ളതാണ് സ്വാഭാവികമായി സംശയം തോന്നുന്നത്. വ്യത്യസ്ത പേരുകൾ പറയുന്നു, ഡയമണ്ട് മണിയെന്നോ ദാവൂദ് മണിയെന്നോ. ഇന്ന് അദ്ദേഹം വേറൊരു പ്രമുഖ ചാനലിനോട് ഞാനല്ല ഡിമണി, ഞാൻ MS മണിയാണ് തുടങ്ങിയ വേറെ ചില വാദങ്ങളും പറയുന്നുണ്ട്. അറിയില്ല, നമുക്ക് ഇത് സ്പെക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയുടെ ഓറൽ ഒബ്സർവേഷൻസും റിട്ടൺ വെർഡിക്റ്റുമാണ്. അതിൻ്റെ ഭാഗമായി ഈ ശൃംഖലയുടെ കാര്യം നടന്നിട്ടുണ്ടോ, ഇനി അല്ലെങ്കിൽ ശൃംഖലയുടെ ഭാഗമായി സ്മഗ്ലിംഗ് നടന്നിട്ടുണ്ടോ, ഇതാണ് ചോദ്യം. ഇതിന് സംശയം കൂടുതൽ തോന്നാൻ കാരണം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലാജി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഒരു എഴുത്തയച്ചു SITക്ക്. എന്നിട്ട് പോയി മൊഴി കൊടുത്തു. അദ്ദേഹം മൊഴി കൊടുത്ത ഒരു വിദേശ വ്യവസായി ഈ കാര്യങ്ങൾ വന്ന് വിശദമായി SITക്ക് മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഊഹാപോഹങ്ങളോ ഉണ്ടത്രകളോ ആണെന്ന് പറയാൻ കഴിയില്ല. കാര്യം വെറും ഒരു ആർഗ്യുമെൻ്റ് റേസ് ചെയ്യുന്നതല്ല, മീഡിയയിൽ വന്ന് കയ്യടിക്ക് വേണ്ടി പറയുന്നതാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പകരം SITയിലേക്ക് പോയി മൊഴി കൊടുക്കുകയും അതോടൊപ്പം വ്യവസായി മൊഴി കൊടുത്തു. അവർ പറയുന്നത് ഈ ഒരുപാട് ധനവുമായിട്ട്, ഒരുപാട് കാശുമായിട്ട് ശബരിമലയെന്നോ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നോ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തിക്കൊണ്ടു പോകാൻ ഒരു തീരുമാനമുണ്ടായി, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായി എന്നും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഒക്കെ മീഡിയ വന്നതാണ്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല. പക്ഷേ ഇങ്ങനൊരു ആൻറ്റീക് മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെല്ലാം വെരിഫൈഡ് ഡേറ്റയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സേക്രഡ് റെലിക്സിൻ്റെ മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വിശുദ്ധ വസ്തുക്കളുടെ മാർക്കറ്റ്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ മതങ്ങളുടെയും മാർക്കറ്റ് ഏകദേശം $6 ബില്യൺ ആണ്. അതായത് 600 കോടി എന്ന് പറയുന്ന വലിയൊരു ഫിഗറാണ്. $600 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ 50,000 കോടിയോ 50,000 60,000 കോടി രൂപയുടെ വെർത്തുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവും വിശ്വാസവും ആത്മീയതയും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സേക്രഡ് റിലിക്സ് എടുത്ത് മോഹവിലയ്ക്ക് അത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ കണ്ണാടി, പഴയ പൊട്ടിയ കണ്ണാടി കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റതെന്നും മറ്റും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതിനൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. അതേപോലെ ഹിസ്റ്ററി, ഹെറിറ്റേജ്, ഡിവൈൻ വാല്യൂ, സേക്രഡ് വാല്യൂ എന്നൊക്കെ പല പേരുകളിലാണ് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങളും വാതിൽ പാളികളും പോയിട്ടുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. ഉണ്ടാകാനാണ് സാധ്യത. എന്തുകൊണ്ടാണ്?
ഇപ്പം പറഞ്ഞിരിക്കുന്ന ഗ്രാമുകളുടെ കണക്ക് ആത്യന്തികമായി ഏതാനും ചില ഗ്രാമുകളുടെ വ്യത്യാസം മാത്രമേ വരൂ. ഒരു 30 ലക്ഷത്തിനോ 40 ലക്ഷത്തിനോ ഇത്ര വലിയ കൊള്ള ആൾക്കാർ ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയൂ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമല അയ്യപ്പൻ്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ 10 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ 30 ലക്ഷത്തിനോ ഒരു കള്ളത്തരം ആരെങ്കിലും കാണിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയും? അതായത് ഈ അന്താരാഷ്ട്ര മാനമുള്ള സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു സാധാരണ സ്വർണ്ണമോഷണമായി ഒതുങ്ങും അല്ലേ? സാധാരണ സ്വർണ്ണമോഷണവും തൂക്കമൊപ്പിച്ച് ചില ഗ്രാമുകൾ മാറുന്നു എന്ന കേസ് ഡിസൈനിലേക്ക് പോകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, SIT ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളൊരു ഓർഗനൈസേഷനാണ്. അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതായത് കേരള ഗവൺമെന്റിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായിയുടെ താഴെ നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. പോലീസുകാർ എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സാണ്. കള്ളക്കേസ് എടുക്കണമെങ്കിലും നല്ല കേസ് എടുക്കണമെങ്കിലും കേസ് വഴി തെറ്റിക്കണമെങ്കിലും മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. നമ്മളിത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതല്ലേ എല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ? അതുകൊണ്ട് പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കുന്ന ഒരു ഏജൻസിയാണ്. ഈ കേസിൽ കുറച്ചെങ്കിലും ആശ്വാസം. എന്നാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇന്റർവെൻഷൻ, ഇടപെടലുണ്ട്, മേൽനോട്ടമുണ്ട്. അപ്പം കുറെ കൂടെ കൃത്യമായി പോകുമെന്ന് കരുതാം. പക്ഷേ ഈ പോകുമ്പോഴും 1-2 സംശയങ്ങൾ വന്നു. ഉദാഹരണം, ഗോവർദ്ധൻ്റെ അടക്കം ജുവലറികളിൽ ചെന്ന് 400 ഗ്രാമോ 500 ഗ്രാമോ പിടിച്ചെടുത്തു. 6 വർഷമായിട്ട് ഒരാൾ ഈ സ്വർണ്ണം അനക്കാതെ അവിടെ വെച്ചിരിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? 1-1.5 കിലോഗ്രാമിൻ്റെയോ എന്തോ തൂക്കത്തിൽ വ്യത്യാസം വന്നു. 10 ഗ്രാം മാല മാളയപ്പുറത്തമ്മയ്ക്ക് കൊടുത്തു, 3-4 അന്നദാനങ്ങൾ നടത്തി, ഇങ്ങനെ കണക്കൊക്കെ ഉണ്ടാക്കി അവസാനം അതങ്ങ് തൂക്കമൊപ്പിച്ച് ദേവസ്വം ബോർഡിന് യഥാർത്ഥത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി, ഭരണപരമായ വീഴ്ചയുണ്ടായി എന്ന് വരുത്തി തീർത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു ഉള്ളവരും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ കളവോ മാത്രമാണ്, കവർച്ചയാണ്, ഹെയ്സ്റ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്.